സ്ഥാനാർത്ഥിയെ ആദ്യം പ്രഖ്യാപിച്ച് കയ്യടി നേടാൻ ആർഎസ്പി നടത്തിയ നീക്കത്തിന് തിരിച്ചടിയായി ആർഎസ്പി സംസ്ഥാന സെക്രട്ടറി എ അസീസിനെതിരെ പാർട്ടിയിൽ പടപ്പുറപ്പാടും തുടങ്ങിയിരിക്കുകയാണ്. ഇതിനിടയിൽ എന്ത് വില കൊടുത്തും കൊല്ലം പിടിക്കാനായി എൻ ഗോപാലകൃഷ്ണനെ രംഗത്തിറക്കി അവസാനത്തെ അടവ് പയറ്റാനാണ് CPM ഇപ്പോൾ നീക്കം നടത്തുന്നത്. മൊത്തത്തിൽ കൊല്ലം ഇക്കുറി കഴിഞ്ഞ തവണത്തേതിൽ നിന്ന് കടുക്കും എന്നുള്ള ഒരു സൂചനയാണ് ഇപ്പോൾ ലഭിക്കുന്നത്. എല്ലാത്തിലും മുൻപിൽ തങ്ങളാണെന്ന് വരുത്തി തീർക്കാനാണ് ഇന്നലെ ആർഎസ്പി സംസ്ഥാന സെക്രട്ടറി ആവേശമൂത്ത് നിലവിലെ MP NK പ്രേമചന്ദ്രനെ കൊല്ലത്ത് സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചത്. ഇടതുപക്ഷ പാർട്ടിയാണെന്ന് ഇപ്പോഴും അവകാശപ്പെടുന്ന ആർഎസ്പിയുടെ ചരിത്രത്തിൽ ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത രീതിയാണ് ഇത്. ഒരു സുപ്രഭാതത്തിൽ പാർട്ടി സംസ്ഥാന സെക്രട്ടറിക്ക് എഴുന്നേറ്റിരുന്ന് ആരെയെങ്കിലും സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കാൻ ഈ പാർട്ടിയിൽ കഴിയില്ല എന്നാണ് ഇതിന്റെ മുതിർന്ന നേതാക്കൾ തന്നെ പറയുന്നത്. പിന്നെ അസീസിന്റെ പ്രേമചന്ദ്രൻ പ്രേമം മൂത്തപ്പോൾ അദ്ദേഹം അങ്ങനെ ചെയ്തു പോയതാണെന്ന ഒരു വിഭാഗം അഭിപ്രായപ്പെടുന്നു. ഇടതുപക്ഷ ചട്ടക്കൂടിലുള്ള ആർഎസ്പിയുടെ സ്ഥാനാർത്ഥി നിർണയം ആരംഭിക്കുന്നത് ബ്രാഞ്ച് തലത്തിൽ നിന്നാണ്. സ്ഥാനാർത്ഥിയുടെ ബ്രാഞ്ചാണ് പേര് നിർദ്ദേശിക്കുക. പിന്നെ അത് മണ്ഡലം കമ്മിറ്റികൾ, ജില്ലാ കമ്മിറ്റി ചർച്ച ചെയ്ത് സ്ഥാനാർത്ഥിയിലും പിന്നെ കേന്ദ്ര കമ്മിറ്റിയിലും ചർച്ച ചെയ്ത് അംഗീകരിച്ച ശേഷമാണ് പരസ്യമായി പ്രഖ്യാപിക്കാറുള്ളത്. ഇതാണ് പാർട്ടിയുടെ ചട്ടക്കൂട്. എന്നാൽ ഇന്നലെ എല്ലാം മറന്നുകൊണ്ട് പാർട്ടി ദേശീയ നേതൃത്വം പോലും തൃണവൽക്കരിച്ചുകൊണ്ട് സംസ്ഥാന സെക്രട്ടറി AAC സ്വയം പ്രഖ്യാപനം നടത്തുകയായിരുന്നു. കൊല്ലത്ത് ആർഎസ്പിയുടെ സ്ഥാനാർത്ഥി പ്രേമചന്ദ്രൻ തന്നെ എന്നതിൽ ആർക്കും ഒരു തർക്കവുമില്ല. പാർട്ടി കീഴ്ഘടകങ്ങളിൽ നിന്ന് ഒന്നിലേറെ പേരുകൾ വന്നാലും ഒടുവിൽ അത് പ്രേമചന്ദ്രന് തന്നെ നറുക്ക് വീഴുന്ന ഒരു സാഹചര്യമായിരിക്കും. എന്നാൽ ഇടതുപക്ഷ പാർട്ടിയുടെ ചട്ടക്കൂടുകൾ മറന്നുകൊണ്ട് സ്വയം സെക്രട്ടറി നടത്തിയ പ്രസ്താവനയാണ് പാർട്ടി നേതാക്കളെ ഇപ്പോൾ പ്രകോപിപ്പിച്ചിട്ടുള്ളത്. ഇത്തരം നേതാക്കൾ പാർട്ടിയുടെ ശാപമാണെന്നാണ് അവരുടെ അഭിപ്രായം. പ്രേമചന്ദ്രനെയും BJPയെയും ചേർത്ത് CPM ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രചരണത്തിന് ആക്കം കൂട്ടുന്നതാണ് ഈ നീക്കമെന്നും അവർ അവകാശപ്പെടുന്നു. എല്ലാ ഇടതുപക്ഷ സ്വഭാവവും നഷ്ടപ്പെട്ട് അധികാരത്തിന് വേണ്ടി മാത്രം നിലകൊള്ളുന്ന പാർട്ടി എന്ന നിലയിൽ ആർഎസ്പിയെ അധപതിപ്പിക്കാനാണ് ഇത്തരത്തിലൊരു നീക്കം. ഇത് വലിയ തിരിച്ചടിയാകുമെന്നാണ് നേതാക്കളുടെ മുന്നറിയിപ്പ്. ആർഎസ്പിയിൽ തർക്കം മുറുകുന്നതിനിടയിൽ എന്ത് വില കൊടുത്തും കൊല്ലം സീറ്റ് തിരിച്ചുപിടിക്കുന്നതിനുള്ള നീക്കം CPM സജീവമാക്കിയിട്ടുണ്ട്. പാർട്ടി സെക്രട്ടേറിയറ്റ് അംഗം KN ബാലഗോപാലിനെ രംഗത്തിറക്കാനാണ് ഇപ്പോൾ നീക്കം നടത്തുന്നത്. ബാലഗോപാലൻ രംഗത്ത് വന്നാൽ അവിടെ പാർട്ടിക്ക് അതീതമായ പിന്തുണ ലഭിക്കുമെന്നാണ് CPMന്റെ കണക്കുകൂട്ടൽ. ശബരിമല വിഷയത്തിൽ NSS ഇടഞ്ഞു നിൽക്കുകയാണെങ്കിലും ബാലഗോപാലനാണ് സ്ഥാനാർത്ഥിയെങ്കിൽ പിന്തുണ ലഭിക്കുമെന്നാണ് ഇപ്പോൾ വിലയിരുത്തൽ. അത്തരത്തിൽ ആഴത്തിലും പരപ്പിലും കുടുംബങ്ങളും മറ്റ് ബന്ധങ്ങളുമുള്ള വ്യക്തിയാണ് ബാലഗോപാലൻ. മാത്രമല്ല മണ്ഡലത്തിനുള്ളിൽ തന്നെ അദ്ദേഹത്തിന് മികച്ച ഒരു പ്രതിച്ഛായമുണ്ട്. എന്നാൽ അതുകൊണ്ടൊന്നും പ്രേമചന്ദ്രനെ പരാജയപ്പെടുത്താനാകില്ല എന്നാണ് UDFന്റെ വാദം. ക്രിസ്ത്യൻ മുസ്ലിം സമുദായങ്ങളിൽ നിന്നുകൊണ്ടുള്ള പിന്തുണ അവിടെ പ്രേമചന്ദ്രനാണ് ലഭിക്കുന്നതെന്നാണ് അവരുടെ വാദം. എന്നാൽ ഉക്കുറി അതെല്ലാം പൊളിക്കാനുള്ള അടവാണ് CPM പയറ്റുന്നത്. പ്രത്യേകിച്ചും പ്രേമചന്ദ്രനെ BJPയുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് നടത്തുന്ന പ്രചരണം ന്യൂനപക്ഷ സമുദായങ്ങൾക്കിടയിൽ വലിയ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കും. കൂടാതെ ശബരിമല വിഷയത്തിൽ ഒരു ഇടതുപക്ഷ പ്രസ്ഥാനം സ്വീകരിക്കുന്ന നിലപാടായിരുന്നില്ല സംസ്ഥാനത്തെ ആർഎസ്പിക്കും പ്രേമചന്ദ്രനും എന്ന വാദവും ഉയരുന്നുണ്ട്. ആർഎസ്പി ദേശീയ നേതൃത്വം ശബരിമല വിഷയത്തിൽ സുപ്രീം കോടതി നിലപാടിനൊപ്പം നിന്നുകൊണ്ട് സംസ്ഥാന സർക്കാരിന്റെ നടപടികളെ അംഗീകരിച്ചപ്പോൾ പ്രേമചന്ദ്രൻ മറിച്ചുള്ള നിലപാടാണ് സ്വീകരിച്ചത്. ഇത് സംഘപരിവാറിന്റെ നിലപാടാണെന്നാണ് CPM പ്രചരിപ്പിക്കുന്നത്. ഇതോടൊപ്പം കൊല്ലം ബൈപ്പാസിനായി സംസ്ഥാന സർക്കാരിനെ വെട്ടിക്കൊണ്ട് പ്രധാനമന്ത്രിയെ കൊണ്ടുവന്നത് ഇതിന് ഉപോത്ഫലകമായി ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഇതിനെല്ലാം ഉപരി MLAമാരായ നൌഷാദിനെയും വിജയൻ പിള്ളയെയും മുകേഷിനെയും ആ ചടങ്ങിൽ പങ്കെടുപ്പിക്കാതിരുന്നതിന്റെ ഉത്തരവാദിത്വവും പ്രേമചന്ദ്രന്റെ തലയിലാണ് കെട്ടിവെക്കുന്നത്. അധികാരമില്ലാതെ നിൽക്കാൻ കഴിയാത്ത നേതാവായതുകൊണ്ട് അദ്ദേഹം തരം കിട്ടിയാൽ BJPയുമായി ചേരുമെന്നും പ്രചരണം നടത്തുന്നുണ്ട്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലേതുപോലെ BJP അവിടെ ദുർബലനായ സ്ഥാനാർത്ഥിയെയാണ് മത്സരിപ്പിക്കുന്നതെങ്കിൽ CPMന്റെ പ്രചരണങ്ങൾ സത്യമാണെന്ന സ്ഥിതി ഉണ്ടാകും. അത് പ്രേമചന്ദ്രന് പ്രതികൂലമായി ബാധിക്കുകയും ചെയ്യുമെന്നും CPM കണക്കുകൂട്ടുന്നു. ഈ സാഹചര്യത്തിൽ അത്തരം വോട്ടുകൾ നേടിയെടുക്കാൻ ബാലഗോപാലനാണ് ഏറ്റവും യോഗ്യൻ എന്നാണ് ഇവരുടെ വിലയിരുത്തൽ. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.